ഹലോ, കേൾക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഹായ് യൂസുഫെ, ലൈവിലേക്ക് സ്വാഗതം. ഹായ് അന്ന, ലൈവിലേക്ക് സ്വാഗതം. ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? ഹായ് ബ്രോ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. യൂസു ഹായ് എന്ന് പറയുന്നുണ്ട്, റെഡി എന്ന് പറയുന്നുണ്ട്. യൂസു കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യൂസു ഫുഡൊക്കെ കഴിച്ചോ? അന്ന ഫുഡൊക്കെ കഴിച്ചോ? ലിങ്ക് എങ്ങനെ അയച്ചു കൊടുക്കണേ? ഹായ് അനീഷ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സാലഹ ഹായ് എന്ന് പറയുന്നുണ്ട്. വെൽക്കം ടു മൈ ലൈവ് ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? വാച്ചിങ്ങിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ വരൂ ഗൈസ്. ബ്രോ ഞാൻ ചോറ് വച്ചു വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. വന്നില്ല, ഞാനിപ്പോൾ ലൈവ് ഇട്ടതല്ലേ ഉള്ളു. വന്നവരെയൊക്കെയാണ് അവിടെ കാണുന്നത്. വീട്ടിലൊക്കെ വിളിച്ചോ അനീഷ് ബ്രോ? ഹായ് സൂര്യ, ലൈവിലേക്ക് സ്വാഗതം. ഹായ് മുത്തേ, സുഖമാണോ? നീ എവിടെ ആയിരുന്നു പെണ്ണേ? ചൂരു അന്തം വിട്ട് നോക്കുന്നുണ്ട്. ചാലു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ദേ വന്നു എന്ന് പറയുന്നുണ്ട്. ചാലു ഹായ് ഹരിപ്രിയ, ലൈവിലേക്ക് സ്വാഗതം. ഹായ്, ഗുഡ് നൈറ്റ് ആണോ അത്? ചൂരു ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താ സൂര്യയെ ദേഷ്യമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മലയാളി ബ്രോ. ഹരിപ്രിയ ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? ഹരിപ്രിയയുടെ കുഞ്ഞിന് സുഖമാണോ? അനീഷ് ലൈവ് ഇട്ടിട്ടു കറങ്ങാൻ പോകുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. മലയാളി സുൽത്താൻ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങി വാ. എന്തെങ്കിലും ക്വസ്റ്റ്യനും മറുപടി ചോദിക്കാനുണ്ടെങ്കിലോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മലയാളി സുൽത്താനെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻ്റ് ഇട്. എൻ്റെ നെറ്റ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. സുഖമെന്ന് പറയുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ട്. ഹായ് ആരോ, ലൈവിലേക്ക് സ്വാഗതം. ബ്ലൂ ദാസ് അലഹ എന്ന് പറയുന്നുണ്ട്. ഹായ് ആരോ. ഈ മലയാളി സുൽത്താൻ എന്ന് പറയുന്ന ആൾ മിക്ക ലൈവിലും പോയിരുന്നിട്ട് ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവ് അവിടെ പോയിരുന്ന് കഴിഞ്ഞിട്ട് ആ ലൈവ് നടക്കുന്ന സ്ക്രീൻഷോട്ടെല്ലാം ഇങ്ങനെ എടുക്കുക, വേറൊരു ലൈവിൽ പോയി ടുഗദർ കയറിയിരിക്കുക, ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഈ പരിപാടി ഞാൻ പല ലൈവിലും മലയാളി സുൽത്താൻ്റെ കണ്ടിട്ടുണ്ട്. മലയാളി സുൽത്താൻ പല ലൈവിലും എന്നെ ചൊറിയാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളി സുൽത്താൻ എന്നോട് ചൊറിയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനാണെങ്കിൽ ദുബായ് ഫ്രണ്ടിൻ്റെ ലൈവ് ഇരിക്കണ സമയത്തും ഈ മലയാളി സുൽത്താൻ പലവട്ടം എന്നെ ചൊറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതെല്ലാം മറന്ന് വീണ്ടും ഞാൻ തന്നെ ഇയാളോട് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ തന്നെ വേറൊരു ലൈവിൽ ഈ വ്യക്തി വന്ന് സംസാരിച്ച് അന്ന് ഞാൻ ഈ വ്യക്തിയോട് മാന്യമായിട്ട് സംസാരിച്ച്. ഇന്നും എന്നെ സ്വന്തം മോളായിട്ട് കരുതിയേക്കുന്ന എൻ്റെ ബിന്ദുമ്മയുടെ ലൈവിൽ വന്നിട്ട് പെട്ടെന്ന് എന്നെ കയറി കിളവി അത് ഇതെന്ന് പറഞ്ഞ് ഈ മലയാളി സുൽത്താൻ എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ട് പോലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ, എന്തിനാ അമ്മയുടെ ലൈവ് കളമാക്കുന്നതെന്നോർത്ത് ഞാൻ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിച്ചത്. ഇനി എന്നെ ഈ മലയാളി സുൽത്താൻ ഏതെങ്കിലും ലൈവിൽ എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നീയായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? നീ അവിടെ പറയുന്നുണ്ട് അങ്ങനെ അള്ളിയോ സാലഹ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നീയുമായിട്ട് ഞാൻ എന്തോ ബന്ധമാണ് ഉള്ളത്? ഹരിപ്രിയ ആരോ ഹായ് എന്ന് പറയുന്നുണ്ട്. ആരോ ലൈക്ക് തരുന്നുണ്ട്. സന്ധി ചേച്ചി വന്നിട്ടുണ്ട്. ഹായ് സന്ധി ചേച്ചി, ലൈവിലേക്ക് സ്വാഗതം. ആരോ കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട്. ലൈക്ക്, സബ്, കമൻ്റ് എന്ന് പറയുന്നുണ്ട് സൂര്യ.
ആണോ എന്നും വരവോ സാലഹ എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ ഹായ് എന്ന് പറയുന്നുണ്ട്. സന്ധി ചേച്ചി ഹായ് എന്ന് പറയുന്നുണ്ട്. ചന്ദ്യാമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. സന്ധി ചേച്ചി അനീഷ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹരിപ്രിയ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. സന്ധി ചേച്ചി ഹായ് എന്ന് പറയുന്നുണ്ട്. അവൻ ആരാ? അവനൊരു ചൊറിയനാണ് ചേട്ടാ. ഇതുപോലെ തന്നെ വേറൊരു പെൺകൊച്ചിൻ്റെ ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തിട്ട് ഒരു ലൈവ് കയറി ഇരുന്നിട്ട് ആ കൊച്ച് ആ ലൈവ് വന്ന സമയത്ത് ഇതുപോലെ ഇവൻ കയറി ഇരുന്നിട്ട് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഓരോ ടുഗതറിൽ കയറിയിരിക്കുക, ഇങ്ങനെ കാണിച്ചു കൊടുക്കൽ. ഞാൻ ഇവനുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് അവൻ കുറേ സെല്ലി അടിച്ചായിരുന്നല്ലോ. അത്രയേ ഉള്ളൂ സാലഹ, അത്രയേ ഉള്ളൂ സാലഹ. എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഇവനുമായിട്ട് വല്ല പരിചയവും കോണ്ടാക്റ്റ് ഉള്ള രീതിയിലല്ലേ ഇവൻ അവിടെ സംസാരിക്കുന്നത്? ഹരിപ്രിയ ഹായ് എന്ന് പറയുന്നുണ്ട്. അബി വന്നിട്ടുണ്ട്. കലിപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളി സുൽത്താൻ ഉണ്ടല്ലോ. അബി നിങ്ങളെന്ന് പറഞ്ഞേ, ഞാൻ മലയാളി സുൽത്താനുമായിട്ട് എന്ത് പരിചയമാണുള്ളത് അവനുമായിട്ട്? അവൻ എൻ്റെ വേറൊരു ലൈവിൽ വന്നിട്ട് അവൻ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ ഞാനുമായിട്ട് അത്രയേ ഉള്ളൂ എന്നൊക്കെ. എന്നിട്ട് ഇവന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഇത് സ്ഥിരം പരിപാടി ഇവന് കാണിക്കുന്നത്. നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എൻ്റെ ലൈവിൽ വരാൻ പറ. ഹരിപ്രിയ ഹായ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ വെല്ലുവിളിക്കുന്ന. ഹായ് പിള്ളേച്ച, ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വരെ ഒരു ലൈവിൽ പോയിട്ട് ഓരോ ആൾക്കാരുമായിട്ട് ഞാൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. ഒരു ലൈവിലും ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കും. അവനിട്ട മെസ്സേജ് ഒന്നും മര്യാദയ്ക്കല്ല. അമ്മ ഇവന് ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആളുടെ ലൈവിൽ ഇതുപോലെ ഇവൻ എന്നെ ചുമപ്പിച്ച മെസ്സേജ് ഇട്ട് വന്നെന്ന്. അന്ന് ഞാൻ ഇവനോട് ചോദിച്ചു നീ എന്തുവാടാ എന്നെ ചുമപ്പിച്ച് കാണിക്കുന്നതെന്ന്. അവൻ്റെ എന്തുവാടാന്നല്ല, അന്ന് ഞാൻ മര്യാദയോടെ ചോദിച്ചു എന്തുവാ മലയാളി ചുമപ്പിച്ച് കാണിക്കുന്നതെന്ന്. അന്ന് തന്നെ ഞാൻ ആ ലൈവ് മുതലാളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഇവനെ ഇങ്ങനെ ചൊറിയാൻ വരുന്നതാണെന്നൊന്ന്. ഹായ് വെള്ളേച്ച, ചായയൊക്കെ കുടിച്ചോ, സുഖമാണ്? അബി ഹായ് എന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ പോട്ടെ വിട്ടുകള സാലഹ. അങ്ങനെയല്ല അനീഷേ, പിള്ളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സന്ധി ചേച്ചി, ബിന്ദു ചേച്ചി ഹായ്. അവന് തലയ്ക്ക് എന്തേലും അസുഖമുള്ളതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സന്ധ്യാമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിള്ളേച്ചൻ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ ഹായ് എന്ന് പറയുന്നുണ്ട്. അബി ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ സാലഹ എന്നൊക്കെ അങ്ങനത്തെ മെസ്സേജ് ഇട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ലൈവ് ഇട്ടത്. ഞാനെന്തോ അവന് ഒന്നുകിൽ അവൻ്റെ പെങ്ങളാണോ അല്ലെങ്കിൽ ഞാനും അവനും ഒരമ്മയ്ക്ക് പറ്റതാണോ, അതല്ലെന്നുണ്ടെങ്കിൽ എന്നാ പറയണേ ഞാൻ അവൻ്റെ ലവറാണോ എന്നുള്ള രീതിയിൽ എന്ത് രീതിയിൽ അവൻ അവിടെ മെസ്സേജ് ഇട്ടേക്കുന്നത് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കും സാലഹ. ഞാൻ അത്രയ്ക്കൊക്കെ ഉള്ളോ? ഇതൊക്കെ ചോദിക്കാൻ അവൻ്റെ നാക്ക് എങ്ങനെ വന്ന്? വന്ന് കമൻ്റ് ഇട്ട് കാണിക്കട മലയാളി വന്നേന്ന് പറയാം. മലയാളി സുൽത്താൻ അവൻ തന്നെ. ഷാനിക്കാട് ആ ലൈവിൽ വരുന്ന മലയാളി തന്നെ. അന്നും ഒരു ദിവസം എന്നാ ഞാൻ പറയാം, ആ കൊച്ചിൻ്റെ പേരെന്തായിരുന്നു? അന്നും ഒരു ദിവസം ഒരു പെൺകുട്ടി അയച്ച മെസ്സേജ് മൊത്തം ഇവനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവനിങ്ങനെ അന്നും ഇതുപോലെ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന് മര്യാദ അറിയാം, അവന് മര്യാദ കൂടിപ്പോയതാണ്. നന്ദു വന്നിട്ടുണ്ട്. ഹായ് നന്ദു, ലൈവിലേക്ക് സ്വാഗതം. അത്രയും അധികാരമെടുത്ത് സംസാരിക്കാൻ ഇവൻ ആരാണെന്ന് ഇവൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടാ എനിക്ക് ഇവനോട് ആ ലൈവിൽ പോയുള്ള പരിചയമല്ലാതെ, പിന്നെ അർജുൻ ബ്രോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ലൈവിൽ ഞാൻ പോകും. ഈ 2 ലൈവിൽ പോയുള്ള പരിചയമല്ലാതെ ഇവനുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അല്ല ഞാൻ ഇവനുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള രീതിയിൽ തന്നെ ഇവൻ അവിടെ കിടന്ന് സംസാരിക്കുന്ന. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ബിന്ദു അമ്മ സന്തു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നന്ദുസെ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ. ഷാൻബ്രോ വന്നിട്ടുണ്ട്. ഹായ് ഷാൻബ്രോ, ലൈവിലേക്ക് സ്വാഗതം. പണിക്കരയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിള്ളേച്ചൻ. അവൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ ചെന്ന് അവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളോട് അധികാരമെടുത്ത് സംസാരിച്ചാൽ അവന് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് നോക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ടും. ഷാനു കാക്കു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നന്ദൂസ്. അതങ്ങനെ വിട്ടാൽ പറ്റിയതല്ലല്ലോ. അവൻ ആരാണെന്ന് ലൈവ് കാണുന്ന പെണ്ണുങ്ങളുടെ മുകളിൽ അധികാരം കാണിക്കാൻ. സത്യം സാലു എന്തിന് വിട്ടുകളാന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനം കാണുന്ന ഒരു ലൈവിൽ വന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ ഉള്ള വിലയും കൂടെ അവൻ എൻ്റെ വിലയും കൂടെ അവൻ ആ ലൈവിൽ കളഞ്ഞേക്കുന്നത്.
മിനിമം മര്യാദയുള്ള ഷാനുക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദൂസ്. അബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദൂസ്. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. അബി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷാൻ ബ്രോ. സൂര്യ അവിടെ ഇരിക്കുന്നു. അവൻ എൻ്റെ ലൈവിൽ വന്ന് എൻ്റെ പിള്ളേരെ വിളിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കുടഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഷാൻ ജാഡ എന്ന് പറയുന്നുണ്ട് നന്ദൂസ് ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അബി. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. എൻ്റെ സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദൂസേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷാൻ ബ്രോ. പിള്ളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. ഹായ് ശ്രീജയ, ലൈവിലേക്ക് ഹായ് മോളെ എന്ന് പറയും. ഹായ് ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. ഭക്ഷണമൊക്കെ കഴിച്ചു, സുഖമാണോ? ഡുണ്ടുമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ബിന്ദു അമ്മ. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് ശ്രീജ. സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷാൻ ബ്രോ. നന്ദൂസേ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് സൂര്യ. അമ്മയെന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യ. അപ്പോൾ ഏത് ലൈവിലാണോ അവന് പരിചയമുള്ളത് അവൻ ആ ലൈവിൽ വെച്ച് നിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് മറ്റുള്ള ലൈവിൽ ചെന്നിട്ട് നിൻ്റെ ചൊറിയുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അത് തന്നെ. അതവനില്ല. ഷാനു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷാനു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. നന്ദു സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹാലിക്കറ്റ് ഹായ് ലൈക്ക് 12, താങ്ക് യു. നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. വിളിച്ച് കിളവി എന്നെ കിളവി എന്ന് വിളിച്ച്. പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ എന്തിനാ അമ്മ മിണ്ടായിരുന്നെന്ന് വെച്ചാൽ ആ ലൈവ് എന്തിനാ കുളവാക്കുന്നതെന്ന് ഓർത്താ. ചാലു എന്ന് പറഞ്ഞ് ഉമ്മ വരുന്നുണ്ട് സൂര്യ, താങ്ക് യു. ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദൂസ്. ലൈക്ക് 13. വിട്ട് കളഞ്ഞേരെ അവനെ പറയാൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവൻ വന്ന ലൈവ് മാറിപ്പോയി ബിന്ദു ചേച്ചി. അവിടെ വന്ന് ചൊറിയാൻ നിന്ന് കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അതാണെന്ന് പറയുന്നുണ്ട്. ഹായ് നന്ദു എന്ന് പറയുന്നുണ്ട് ബിന്ദു അമ്മ. ഹരിപ്രിയ ഹായ് എന്ന് പറയുന്നുണ്ട് ഷാൻ ബ്രോ. സൂരു ടീ കുടിച്ചോ മുത്തുമണി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നന്ദൂസ്. അവൻ ഓടി എന്ന് പറയുന്നുണ്ട്. ഷാൻ ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട്. ഷാൻ ബ്രോയുടെ കയ്യിൽ അവൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, അവന് ധൈര്യമുള്ളവനാണെങ്കിൽ ഈ ലൈവിൽ വന്നിപ്പോൾ സംസാരിക്കാൻ പറ ഇവിടുത്തെ ആണുങ്ങളോട്. ഹരിപ്രിയ എന്ന് പറഞ്ഞ് ഹായ് പറയുന്നുണ്ട് നന്ദൂസ്. കാണുന്നുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെ തൻ്റെ ഇടം ഇവിടെ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. നന്ദൂസേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഹരിപ്രിയ. ഹായ് അമ്മു ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. സൂര്യ പോയി എന്ന് പറയുന്നുണ്ട് നന്ദൂസ്. അവൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്ക്. നിൻ്റെ അവൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്ക്. നിൻ്റെ വാപ്പയുടെ മാമനോട് ഞാൻ സംസാരിക്കാം. ഞങ്ങൾ എന്നിട്ട് കുറച്ച് പേര് അവൻ്റെ വീട്ടിൽ പോയി അവിടെയുള്ള പെണ്ണുങ്ങളോട് അധികാരം കാണിച്ച് നോക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രിബ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ. നന്ദു ഹായ് പറയുന്നുണ്ട്. ബിന്ദു അമ്മ മലയാളി എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. മലയാളി 6 ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ലൈവ് സംസാരിക്കുന്ന ആ സംസാരം എൻ്റെ ലൈവ് വന്ന് സംസാരിക്കേണ്ട. സൂര്യ മുകളിലോട്ട് നോക്കുന്നുണ്ട്. ഷാൻ ചേട്ടാ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനു സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. കിണ്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലു. സരസു ഹായ് സരസു, ലൈവിലേക്ക് സ്വാഗതം. ഇതും പോരാഞ്ഞിട്ട് കാലകേനോട് അവൻ ചൊറിഞ്ഞത്. അല്ലു ഹായ് എന്ന് പറയുന്നുണ്ട്. മലയാളി ആരാടാന്ന് ചോദിക്കുന്നുണ്ട്. മലയാളി സുൽത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ടല്ലോ സരസു, അവന്. ബിന്ദു അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, സുഖമാണോ? സരസു ഫുഡൊക്കെ കഴിച്ചു. മാമി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹായ് മോനെ, ലൈവിലേക്ക് സ്വാഗതം. ഉൽപ്പലാക്ഷൻ. ഞാൻ ഷാനിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഷാനിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുക, അല്ലാതെ ലൈവിൽ കാണുന്ന പെണ്ണുങ്ങളോട് ചൊറിഞ്ഞാൽ കളി മാറുമെന്ന് ഇനി അവനെ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്. അവന് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഞങ്ങളുടെ ലൈവ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തു. ആ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവനോട് വിളിച്ചിട്ട് പറ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആണുങ്ങളോട് സംസാരിക്കാനെന്ന്. ഹരിപ്രിയ എന്ന് പറഞ്ഞ് ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. സൂര്യ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. അവൻ ഫ്രണ്ടാണെങ്കിൽ അവൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. സൂര്യ എസ് എന്ന് പറയുന്നുണ്ട്. ഷാൻ ബ്രോ. ഹരിപ്രിയ എന്ന് പറഞ്ഞ് ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ബിന്ദു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷാൻ ബ്രോ.
കാലകേൻ മാമി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹായ് മോനെ, വീണ്ടും ലൈവിലേക്ക് സ്വാഗതം. എന്താടി കിണ്ടി സീൻ എന്നോട് ഒരാൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. എടാ, ഈ മലയാളി സുൽത്താൻ എന്ന് പറയുന്ന ആൾ ഞാൻ ഈ ഷാൻബ്രോയുടെ ലൈവിൽ പോയുള്ള പരിചയമാണ്. അവിടെ വെച്ച് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ആ ഒരു രീതി പോലും ഞാൻ ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നിട്ട് ഇന്ന് ഒരു ദിവസം ഇതുപോലെ തന്നെ വേറൊരു ലൈവിൽ വന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് സാലഹ എന്ന് പറഞ്ഞിട്ട് ചുമപ്പിച്ച് ഇമേജ് ഇട്ടുകൊണ്ട് വന്നു. അന്ന് ഞാൻ ആ ലൈവിൽ ബഹുമാനത്തോടെ സംസാരിച്ച്. പിന്നെ ഇന്നും ബിന്ദുമ്മയുടെ ലൈവ് വന്നിട്ട് സാലഹ എന്തോ കിളവീന്നും പറഞ്ഞുകൊണ്ടൊരു ഇമേജ് ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് ഞാനവിടെ മിണ്ടായിരുന്നു, എന്തിനാ ലൈവ് കുളവാക്കുന്നതെന്നോർത്ത്. അപ്പം എന്നിട്ട് ഞാൻ പിടിച്ചോ എന്നുള്ള നല്ല രീതിയിൽ അവിടെ നിന്നത്, എന്തിനാ അമ്മയുടെ ലൈവ് കുളവാക്കുന്നതെന്ന് ഓർത്തുകൊണ്ട്. എന്നിട്ട് ഇവന് ഓരോ അവിടെ ഇരിക്കുന്നവരോട് ചൊറിയാൻ വരുന്നു. എന്നിട്ട് ഇവൻ എന്നോട് ചോദിക്കുന്ന, നിനക്കെന്നെ അറിയത്തില്ലയോ, നീ ഞാനും അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ? സരസു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അമ്മ. കാലകയൻ സരസു മുത്തേന്ന് ജയൻ ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട്. പൊന്നമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മാമിയുടെ മോന്. ബിന്ദു അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷാൻബ്രോ. കാലു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അമ്മ. സൂര്യ ഡാൻസ് കളിക്കുന്നുണ്ട്. ഷാൻബ്രോ ഞാനിവിടെ നടക്കുന്നേന്ന് പറയുന്നുണ്ട്. ഷാനേന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു. ഹായ് അമ്മു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അബി. കാലാന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് പിള്ളേ. ഷാൻബ്രോ ആരാ ആ മലയാളി സുൽത്താനം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറ, ആ മലയാളി ഇപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ മലയാളി സുൽത്താനോട്. കാലകേൻ ആങ്ങളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ഹലോ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അജ്മൽ. ഹായ് അജ്മലെ, ലൈവിലേക്ക് സ്വാഗതം. അജ്മൽ ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? സൂര്യമോളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാലകേൻ. ട്രോളാപ്പി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിള്ളേച്ചൻ. ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അബി. പിള്ളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. അബി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അബി. അല്ലു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യ. സരസു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് പിള്ളേച്ചൻ. അബി ഹായ് എന്ന് പറയുന്നുണ്ട്. പിള്ളേച്ച സുഖമാണോ ചോദിക്കുന്നുണ്ട് സൂര്യ. പിള്ളേച്ചൻ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ ഹായ് എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ലൈവിൽ ഒരു കുളവും ആക്കില്ല, എൻ്റെ ലൈവിൽ ആരും എൻ്റെ പിള്ളേരെ ചൊറിഞ്ഞിട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. സത്യം, അമ്മയുടെ ലൈവ് എന്നല്ല, ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ഫാമിലിയിൽ ആരും വന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ തലയും കൊണ്ട് പോകത്തില്ല. പണിക്കരെ സുഖം, അവിടെ യുദ്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിള്ളേച്ചൻ. പിള്ളേച്ചോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാലകേൻ. ഹരിപ്രിയ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിള്ളേച്ചൻ. ഹരിപ്രിയ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. കാലകേൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അബിട്രോള്. പ്രിയ മോളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അമ്മ. ആ കണ്ണാപ്പി ഇനി വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞില്ല പിള്ളേന്ന് പറയുന്നുണ്ട്. ഇല്ല കാലകേൻ, എന്താ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ സംസാരം എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല അജ്മലെ. ജിന്നു അമ്മയെന്ന് പറഞ്ഞ് ബിന്ദു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഹരിപ്രിയ. എന്നെയും ചേച്ചിയെന്ന് വിളി പിള്ളേന്ന് പറയുന്നുണ്ട്. കിണ്ടി തീ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നോട് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അതാരായാലും ഞാൻ ചൊറിഞ്ഞിരിക്കും. അജ്മലെ ഹായ് എന്ന് പറയുന്നുണ്ട്. ആരാ സാലഹെ ചൊറിയാൻ വന്നത്? മലയാളി സുൽത്താന്. അവൻ്റെ ഐ ഡി എടുത്ത് വെച്ചില്ല, അത് ഒരു കഷ്ടമായി പോയി എന്ന് പറയുന്നുണ്ട്. പ്രിയമോളെ ലൈവില്ലേ ഇന്നുണ്ട്. യുദ്ധം ഇവിടെയുണ്ട് പണിക്കരെ ഇന്നും പൊട്ടി എന്ന് പറയുന്നുണ്ട് പിള്ളേച്ചൻ. പണിക്കർ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അല്ലു അവനൊരു ലൈവിൽ കാണിക്കുന്നതല്ല, പല ലൈവിലും വന്നിട്ട് ഇവളെ പല ലൈവിലും എന്നെ വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. പല പെണ്ണുങ്ങളെയും അവന് ഇതുപോലെ ചൊറിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. നൈസ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സ്ക്രീൻഷോട്ട് ഇതുപോലെ ഇവൻ എടുത്തിട്ടുണ്ട്. നീ കോഴിക്കോട്ടല്ലയോ? ആ കൊച്ച് എങ്ങാണ്ട് കുവൈറ്റിലെങ്ങാണ്ട് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിനോട് കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് അതെല്ലാം. എന്നിട്ട് ഈ കൊച്ച് വേറൊരു ലൈവിലെങ്ങാണ്ട് പോയിട്ട് ആ കൊച്ച് അവിടെ സംസാരിക്കുന്ന എല്ലാം ഇവനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ദിവസം വേറൊരു ലൈവ് ടുഗദർ കയറി ഇരുന്നിട്ട് ആ കൊച്ച് അവിടെ സംസാരിച്ച സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാം ഇവനിരുന്ന് ആ ലൈവ് ഇരിക്കുന്നവരെ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇവൻ്റെ സ്ഥിരം പരിപാടി അതാ. ഇന്ന് ബിന്ദുമ്മയുടെ ലൈവിൽ തന്നെ നടന്ന സമയത്ത് നമ്മളവിടെ സംസാരിച്ചേക്കുന്ന ഓരോന്ന് ഇവന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവനിങ്ങനെ അയച്ചു കൊടുത്തേക്കുന്നു വേറെ ആൾക്കാർക്ക്. ഹായ് അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. ഹായ് റോബോ, ലൈവിലേക്ക് സ്വാഗതം. ലൈവ് ആണെന്ന് പറയുന്നുണ്ട് ഹരിപ്രിയ. ഓക്കെ ഹരിപ്രിയ.
വന്ന് ബിന്ദു അമ്മ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് പിള്ളേച്ചൻ. സ്വന്തം വീട്ടിലെ പെൺപിള്ളേരോട് കാര്യം നോക്കാൻ കഴിവില്ലാത്തവന് ഒക്കെയാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്, സ്ക്രീൻഷോട്ട് എടുക്കുന്നത്, അവരെ ചൊറിയുന്നതെന്ന് പറയുന്നുണ്ട്. പിള്ളു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ബിന്ദു അമ്മ. റോബോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പിള്ളേച്ചൻ. ആരോ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആരോ നമ്മുടെ ആളാണ്, മെസ്സേജ് ഇട്ട് വരുമെന്ന് പറയുന്നുണ്ട്. വരാൻ പറ, ലൈവ് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഹരിപ്രിയ, പൊയ്ക്കോ കുഴപ്പമില്ല. ബിന്ദു അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിള്ളേച്ചന്. മനസ്സിലായി, ഇത്രയും നാൾ എന്നോട് ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. അപ്പോൾ പോലെ അങ്ങനെയൊന്നും അല്ല എനിക്ക് ചോദിച്ച. കുഴപ്പമില്ല. പിള്ളേച്ച ജി എന്ന് പറയുന്നുണ്ട്. നൈസ നമ്മുടെ കണ്ണൂരുള്ള കൊച്ചിനെ ഇതുപോലെ തന്നെയായിരുന്നു ഒരു ലൈവിൽ കയറി കഴിഞ്ഞിട്ട്. ഏതോ ഒരു ലൈവിൽ ആ കുട്ടി സംസാരിച്ചതല്ല ഇതുപോലെ ഇവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ ഒരു ലൈവിൽ കയറി ഇരുന്നിട്ട് ഇവൻ ഇതുപോലെ ഇങ്ങനെ എന്നാ ചെയ്യണേ, കുട്ടി വന്ന സമയത്ത് നൈസ പോവരുതേ അവിടെ നിൽക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആ കൊച്ചിനെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലൈവിലിരുന്നവരെ എല്ലാവരും കാണിച്ചു കൊടുത്തത്. എൻ്റെ അജ്മൽ ബ്രോ എന്നോടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓലഞ്ഞാലി ഹായ് പറയുന്നുണ്ട്. വിനുവാൻ എടുപ്പോ അവിടെ ഇരിക്കുക. ഹരിപ്രിയ ഹാർട്ട് തരുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറയുന്നുണ്ട് കാലകേൻ എന്ന് പറഞ്ഞൊരു സ്നേഹം കൊടുക്കുന്നുണ്ട് റോബോ. വിനുവങ്കിളേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അല്ലല്ലോ കാലകേൻ ബ്രോ എന്ന് പറയുന്നുണ്ട്. സ്നേഹം തരുന്നുണ്ട് ഹരിപ്രിയ. ഹായ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി ബൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ വില്ലേജ് ലൈവിൽ വന്നതിൽ വളരെ സന്തോഷം, താങ്ക് യു ഹരിപ്രിയ. സൂര്യ ഡാൻസ് കളിക്കുന്നുണ്ട്. ബിന്ദു അമ്മ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഡിജിറ്റൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ അബിട്രോള്. രഞ്ജിത്ത് ബ്രോ വന്നിട്ടുണ്ട്. ഹായ് രഞ്ജിത്ത് ബ്രോ, ലൈവിലേക്ക് വെൽക്കം ടു മൈ ലൈവ്. പിള്ളേന്ന് ഹൗ ആർ യു? ഐ എം ഫൈൻ ബ്രോ, വാട്ട് അബൌട്ട് യു? പണിക്കർ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മേഘരാഗം. ഹായ് മുരളിച്ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. അബിട്രോൾ മുകളിലോട്ട് നോക്കുന്നുണ്ട്. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. അയ്യോ എനിക്ക് അത്രയ്ക്ക് പ്രായമായിട്ടില്ല വില്ല എന്ന് പറയുന്നുണ്ട്. ഓലഞ്ഞാലി വിനുമാമൻ ഉറങ്ങുന്നുണ്ട്. അജ്മൽ ബ്രോയ്ക്ക് എന്നെ പരിചയമുണ്ടോ ബ്രോ എന്ന് ഇല്ല കാലകയാ. മുരളിച്ചേട്ടാ എന്ന് പറയുന്നുണ്ട്. വിനുമാമ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിള്ളേച്ചൻ. വിനു അങ്കിളേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ. കിണ്ടി നീ കഴിച്ചോടിയും ചോദിക്കുന്നു. ഇല്ല ഞാൻ കഴിച്ചില്ല, കഴിക്കണം, നീ കഴിച്ചോ? അല്ലു ഹായ് എന്ന് പറയുന്നുണ്ട് ഹരിപ്രിയ. സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മേഘരാഗം. ചാരൂസ് വന്നിട്ടുണ്ട്. ഹായ് ചാരൂസെ, ലൈവിലേക്ക് സ്വാഗതം. ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണ് മുരളിച്ചേട്ടാ, ഫുഡൊക്കെ കഴിച്ചോ? സൂര്യ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. സരസു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കാലകേൻ. വിനുചേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. റോബോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ. ഞാൻ പോണ് ബൈ ഓളെന്ന് പറയുന്നുണ്ട്. ഈ പട്ടി അബി പോകണം അവിടെ നിൽക്കുക. ഷാൻ ബിന്ദു ചേച്ചിയുടെ ലൈവിൽ അവൻ വന്ന് ഇവളെ ചൊറിഞ്ഞു. അവിടെയുള്ളവരെല്ലാം കൂടെ എടുത്തിട്ട് അലക്കി. പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ച് ഇവള് ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഒഴിവാക്കാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. രായപ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചൂരു. അബിട്രോളേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. അത് കഴിഞ്ഞ് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് ഇവളുടെ ഫ്രണ്ട് അത് ഇവൾക്ക് അയച്ചു കൊടുത്തു. ഇവൻ ആരാണ് കാണുന്ന ലൈവിലെല്ലാം ചെറിയാനും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാനും. അത് തന്നെ അവൻ്റെ സ്ഥിരം പരിപാടി. ഇവനെ സാലഹയുടെ വീട്ടുകാർ ഏർപ്പാട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കടുത്തറിയാം. ഞാൻ സാലഹയുടെ വാപ്പയോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കാലു കഴിച്ചു, അവിടെയോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. റോബോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചാരു ആരാ എന്നെ രായപ്പ എന്ന് വിളിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. സരസു രായപ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചാരു. രായപ്പ സ്വപ്ന ചേച്ചിയോട് ചോദിക്ക് രായപ്പ എന്ന് പറയുന്നുണ്ട് ചാരു. ഞാൻ കഴിച്ചു കിടന്നു എന്ന് പറയുന്നുണ്ട്. ലൈവിൽ അങ്ങനെ സംസാരിക്കാതെ ലൈവ് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആരുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന്, ആര് കൊടുക്കുമെന്ന്? റോബോനെ പട്ടി എന്നോ ചോദിക്കുന്നുണ്ട്. ചാരു എന്നെ
മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലു. അബിട്രോൾ ചിരിക്കുന്നുണ്ട്. ഉണ്ട് രായപ്പ നല്ല പോലെ എന്ന് പറയുന്നുണ്ട്. ആരാ പട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് മേഘ. അല്ല, അയ്യോ ഞാൻ ഇവിടെ പട്ടിയെന്ന് പറഞ്ഞു, ഇവിടുത്തെ പട്ടി കുറച്ച്, അതിനാ ഞാൻ പറഞ്ഞ പട്ടിയെന്ന്. ആ പട്ടി സീനാണല്ലോ എന്ന് പറയുന്നുണ്ട്. MRP വന്നിട്ടുണ്ട്. ഹായ് MRP, ലൈവിലേക്ക് സ്വാഗതം. ചാരു സത്യം പറ, നീ പോടാ രായപ്പ എന്ന് പറയുന്നുണ്ട്. ഷാൻ ബ്രോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് റോബോ. ഷാനെ അങ്ങനെയെങ്കിൽ അവനോട് പോയി കേസ് കൊടുക്കാൻ പറ, ഒരു മേഷൻ കേസ് ഇവളും കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ കൊടുക്കാം. MRP എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നുണ്ട്. റോബോ ഹായ്, റോബോ ഹായ് എന്ന് പറയുന്നുണ്ട്. ചാലു ആ പട്ടി അവിടെ കിടന്ന് കുരയ്ക്കണ്, ഞാൻ എന്ത് ചെയ്യാനാ. ചാരു ഈ ഏതാ കുരുപ്പേന്ന് ചോദിക്കുന്നുണ്ട്. അല്ലു. അബി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. MRP. സൂര്യ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. സരസു ഹായ്. സാലഹ എന്ന് പറയുന്ന വിളിക്കുന്നുണ്ട്. അബു ഹായ്, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? സൂര്യ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അബു സാലഹ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹായ് അബു ലൈവിലേക്ക് സ്വാഗതം. പണിക്കരെ പേടിക്കണ്ട, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നുണ്ട്. ചില പട്ടികൾ അങ്ങനെ കുരയ്ക്കത്തതേ ഉള്ളൂ, കടിക്കത്തില്ല. MRP ചിരിക്കുന്നുണ്ട്. രായപ്പ ഞാൻ സ്വപ്ന ചേച്ചിയുടെ രായപ്പ നീ സ്വപ്ന ചേച്ചിയോട് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ലൈക്ക് 23, താങ്ക് യു. സരസു എന്ന് പറഞ്ഞ സൂര്യ ഇമേജ് ഇട്ടിട്ടുണ്ട്. ചാരു ഈജി വീട് എവിടെ എന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. സരസു ആണോ പിള്ളേച്ച് പേടിയാന്ന് പറയുന്നുണ്ട്. പിള്ളേച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. പേടിക്കേണ്ട പണിക്കരെ, നമുക്ക് സൂചി വെക്കാമെന്ന് പറയുന്നുണ്ട്. പട്ടാമ്പി ചാരുവിനെ അറിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരാണെന്ന് മനസ്സിലായി കേട്ടോ. ഹരിപ്രിയ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ എനിക്കും രായപ്പനെ ഇന്ന് വിളിക്കണമെന്ന് പറയുന്നുണ്ട് ചൂരു. റോബോ സാരമില്ലടാ, പട്ടി എന്നല്ലേ വിളിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. അബിട്രോൾ വായ മൂടുന്നുണ്ട്. കഴിച്ചു ലൈവ് ഇടുവാന്ന് പറയുന്നുണ്ട് ഹരിപ്രിയ. മെസ്സേജ് അയക്കുന്നത് കുഴപ്പമില്ല ഹരിപ്രിയ. രായപ്പ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ചാരു. ആരോ നീയും എന്നെ പട്ടാമ്പി എന്ന്, നീയും ചതിയനാണെന്ന് പറയുന്നുണ്ട്. ലൈവ് വഴി കേസ് കൊടുത്താൽ വീട്ടുകാരറിയുമെന്ന്. വീട്ടുകാരറിഞ്ഞാലും എനിക്കിതിലൊരു പ്രശ്നമില്ല. എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പബ്ലിക്ക് വന്നിട്ട് ഞാൻ അവനെ ഏതോ കോണ്ടാക്റ്റുള്ള രീതിയിൽ വന്ന് അവനോട് വന്ന് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. അബു അല്ല അബ്ദു എന്ന് പറയുന്നുണ്ട്. അബി DP മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അബ്ദു. സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വായ തുറക്കുന്നുണ്ട് നമ്മുടെ സരസു. ആരോ ചിരിക്കുന്നുണ്ട്. പിള്ളേച്ചൻ സാരമില്ല, ഐ ആം സ്ട്രോങ് എന്ന് പറയുന്നുണ്ട് റോബോ. MRP ചക്കരെ മുത്തേ ഈ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. രായപ്പ എൻ്റെ 14ാമത്തെ വീഡിയോ പോയി നോക്കുക ആദ്യമെന്ന് പറയുന്നുണ്ട്. ചാരു ഞാൻ പോയില്ല, ഈ കുറിപ്പ് ഏതാന്ന് ചോദിക്കുന്നുണ്ട് സരസു. ഷാനെ കുഴപ്പമില്ല, വീട്ടുകാർ അറിഞ്ഞോട്ടെ, കേസൊക്കെ ആവുമ്പോൾ വീട്ടുകാരറിയും, അതുകൊണ്ട് ഷാനും വല്ല നഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിള്ളേച്ചൻ. അബിട്രോൾ നീ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അബ്ദു. പാമ്പാട്ടി എന്ന് പറഞ്ഞ് വായ മൂടുന്നുണ്ട് ചാരു. അബി നിങ്ങളുടെ കുഞ്ഞേച്ചിയുടെ ലൈവ് ഇല്ലേ ഇന്നെന്ന് ചോദിക്കുന്നുണ്ട് ആരോ. പിള്ളേച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാലകയൻ. അബിട്രോൾ അബ്ദു എന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ആരോ എന്ന് പറഞ്ഞ് കാല മുത്തുമണി എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നുണ്ട് പിള്ളേച്ചൻ. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ലൈവ് റെക്കോർഡ് ആക്കിയാൽ അയക്കാം മാൻ, വീട്ടുകാർക്ക് അറിയില്ല ലൈവ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ എൻ്റെ പേര് കേസ് കൊടുത്തെന്ന് വെച്ചോ എന്ത് ചെയ്തെന്ന് വെച്ചോ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ഈ ഒരു കാര്യത്തിൽ. ഇനി ഒരു പെൺപിള്ളേരുടെ ലൈവിൽ പോയി, ഒരു പെണ്ണുങ്ങളുടെ ലൈവിലോ അല്ലെങ്കിൽ ആണുങ്ങൾ നടത്തുന്ന ലൈവിലോ പോയി ഇതുപോലെ ചൊറിയാനോ, അതല്ലാതെ ഇങ്ങനെ കേസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക, ഇവൻ വലിയ ആൾ ചമയുന്ന പരിപാടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കേസ് കൊടുക്കുന്നേ കൊടുക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല.
ഇങ്ങനെയുള്ള കേസല്ലേ പിള്ളേച്ച, സാലഹിയുടെ വീട്ടിൽ ഞാൻ സംസാരിച്ചോളാം, അതൊന്നും പ്രശ്നമില്ല. എന്നെ ശരിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഞാനൊരു തെറ്റ് ചെയ്യത്തില്ലെന്ന് എൻ്റെ വാപ്പയോട് സംസാരിച്ചാൽ സോൾവ് ആവുന്ന ഒരു വിഷയമേ ഉള്ളത്. ഈ വ്യക്തി സംസാരിച്ചാൽ ഒരു കുഴപ്പം പറ്റത്തില്ല എൻ്റെ വീട്ടിൽ. അവളെ ഇതുപോലെ ആരെങ്കിലും ചൊറിയാൻ നിൽക്കുന്നു എന്ന് അറിഞ്ഞാൽ അവളുടെ വീട്ടുകാർ തന്നെ ആദ്യം മുന്നിട്ടിറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ക്യൂൺ ആണെന്ന് പറയുന്നുണ്ട് അബ്ദു. ആരോ ആ ലൈവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ പിള്ളേച്ച, ഞാൻ ഇടപെട്ടണോ ചോദിക്കുന്നുണ്ട് കാലകേയൻ. MRP അബി ഇല്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇത് എൻ്റെ ദേവദാസ് മുത്തേ, അമൽ കാരണം നീ ലൈവിൽ നിന്നും പോയല്ലേ എനിക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട് ആരോ. സാലഹയുടെ വീട്ടുകാരെ കുറിച്ച് അറിയില്ലല്ലോ, അവരുടെ കൊച്ചിന് ഒരു പ്രശ്നമെന്ന് കണ്ടാൽ ആദ്യം അവർ തന്നെ മുന്നിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ആരോ. അവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ലെന്നറിയാം, പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങൾ ആര് പോയി പറഞ്ഞെന്ന് പറഞ്ഞാൽ, എൻ്റെ വാപ്പയ്ക്ക് എന്നെക്കുറിച്ച് ശരിക്കറിയാം ഞാൻ എങ്ങനെ ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഈ പറയുന്ന വ്യക്തിയും കൂടെ അവിടെ എൻ്റെ വാപ്പയോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്നെ പൊന്നുപോലെ നോക്കും എൻ്റെ വാപ്പ. ഷാനെ അതുകൊണ്ട് എന്താ അറിഞ്ഞെന്ന് കരുതി ഇവളുടെ കഴുത്തിനു മേലെ തലയില്ലാതെ ആവുമോ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ഫൈസലെ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. MRP അബി ബൈ എന്ന് പറയുന്നുണ്ട്. അല്ലു മുത്തേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രായപ്പ ഇപ്പോൾ മനസ്സിലായോന്ന് ചോദിക്കുന്നുണ്ട്. ബാക്ക് ക്യൂണ് അറിയാമെന്ന് പറയുന്നുണ്ട് അബി ട്രോള്. ഷാനെ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് പിള്ളേച്ചൻ. ഹരിപ്രിയ ഹായ്. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ചാരു വന്നിട്ടുണ്ട്. ഹായ് ചാരു, ലൈവിലേക്ക് സ്വാഗതം. ഈ ചാരു ആണോ കുറച്ച് മുമ്പ് വന്ന ചാരു? ദേവദാസന് സുഖമാണോ ചങ്കയെന്ന് ചോദിക്കുന്നുണ്ട്. അബ്ദു അബി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. ടീച്ചറേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചാരു. ഹായ് ചാരു, ലൈവിലേക്ക് സ്വാഗതം. MRP ബൈ പറയുന്നുണ്ട് അബി. കാലു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. ഓക്കെ, പോയി വരാട്ടോ, കുറച്ച് പരിപാടിയിലാണെന്ന് പറയുന്നുണ്ട്. ചങ്ക സുഖം, ലോങ് ടൈം ആയി ലൈവ് കയറിയതാ, ഇപ്പോൾ ഒരു 3 days ആയി വരാൻ തുടങ്ങിയിട്ടെന്ന് പറയുന്നുണ്ട് ചാരു. ലൈക്ക് തരുന്നുണ്ട് നമ്മുടെ ഫൈസല്. താങ്ക് യു ഫൈസലെ. അബു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്. ഒരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ വീട്ടുകാർക്ക് സപ്പോർട്ട് കാണും, ബട്ട് വീട്ടുകാർക്ക് ചാനലുള്ള അറിയില്ല. ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ചാനലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല. എന്നെ അറിയാവുന്ന പല ആൾക്കാരും ഈ ലൈവിലുണ്ട്. അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് MR. ഫൈസല്, എന്നാലും നീ എന്നെ മറന്നു രായപ്പ എന്ന് പറയുന്നുണ്ട്. ഷാനുക്ക എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് അബി. ഡെപ്സി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷാൻ ബ്രോ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനുണ്ട്, അവളുടെ വീട്ടുകാരെ അത് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് സത്യം. ആരോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. ചാരു മിസ് യു, നീ പേര് മാറ്റിയത് ഞാൻ എങ്ങനെ ഓർമ്മിക്കും ചങ്കേ, നാട്ടിലെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനെ കേട്ടല്ലോ, ഇനി കൂട്ടുകാരോട് പോയി പറഞ്ഞേക്ക്, കൂട്ടുകാരന് വേണ്ടി വെറുതെ നാണം കെടേണ്ട, ഇവളുടെ വീട്ടിൽ അറിഞ്ഞാൽ ഇവൾ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. പിള്ളേച്ചൻ നാട്ടിൽ വന്നിരുന്നു ഒരു 1 year മുന്നേ എന്ന് പറയുന്നുണ്ട് ചാരു. പിള്ളേച്ച, ഓഹോ ഇതെല്ലാം ആരാന്ന് ചോദിക്കുന്നുണ്ട്. പിള്ളേച്ചനൊക്കെ എൻ്റെ ചങ്ക്. 2 months കഴിഞ്ഞു വരും നാട്ടിലെന്ന് പറയുന്നുണ്ട് ചാരു. കൊള്ളാൻ പറയാതെ 11 മാസം മുന്നേ നീ നമ്മളെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നുണ്ട് അബി. നോക്കുന്നുണ്ട്. പിള്ളേച്ച, ഞാനത് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു അതാന്ന് പറയുന്നുണ്ട് ചാരു. ഷാനുക്ക ലൈവ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഷാനെ ശരി നോക്കിക്കോട്ടെ, കൂട്ടുകാരനോട് കൂടെ പറഞ്ഞേക്കിട്ടോ എന്ന് പറയുന്നുണ്ട് സത്യം. എന്താ ഷാൻ ബ്രോ, പിള്ളേച്ചൻ ആരാ എന്ന് ആണോ സംശയം? ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് കാലകേന്. അതെന്തു ചാരു,
അതെന്ത് ചാരു, ഞാനല്ലാതെ വേറെ ചാരു എന്ന് പറയുന്നുണ്ട്. ചാരു സുഖമാണോ, ഹാപ്പി അല്ലേ ജീവിതം, നാളെ ലൈവിൽ വരണേന്ന് പറയുന്നുണ്ട്. ഇത്ര സുഖമാണോ ചോദിക്കുന്നുണ്ട്. ആ സുഖമാണ് അജ്മലിന് സുഖമാണോ. ഡെപ്സി എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. ഷാൻ കൂട്ടുകാരൻ ഇതിലും വലുത് ചെയ്താലും കൂടെ നിൽക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ് പിള്ളേച്ചൻ പറഞ്ഞത്. ഷാൻക ലൈവ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പിള്ളേച്ചൻ പുലിയാണ്, ഒരു പ്രസ്ഥാനമാണ്. രായപ്പ സുഖം, ലൈഫ് ഹാപ്പിയാണ്. വൺ ബ്രദർ ഇവിടെ എത്തും, അതുവരെ രായപ്പ എന്ന് പറയുന്നുണ്ട്. എടി കിണ്ടിയെ തൊട്ടാൽ ആക്കളി തേക്കിളി സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. സത്യം. അബി ഓടുന്നുണ്ട്. കാല ഞാൻ പുതിയ ആളല്ലേ, അവൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതും സത്യം. റോബോ പിള്ളേച്ചനെയാണോ എന്നെ പരിചയപ്പെടുന്നേന്ന് പറയുന്നുണ്ട് കാലകയൻ. അവളുടെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന കുട്ടിയാണ് ശാലു. അവൾ ആരാണെന്നും എന്താണെന്നും നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നവും വന്നാൽ എൻ്റെ ഉത്തരവാദിത്വം ആണ് ശാലുവിൻ്റെ വീട്ടിൽ സംസാരിക്കുന്നതെന്ന്. അത് സത്യമായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഇത്രയും കറങ്ങുന്നത്. രായപ്പ നിനക്കൊരു മാറ്റവുമില്ല, നന്നായി കൂടെയെന്ന് പറയുന്നുണ്ട് ചാരു. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. റോബോ കെട്ടിപ്പിടിക്കടാന്ന് പറയുന്നുണ്ട്. പിള്ളേച്ച ഞാൻ സപ്പോർട്ടല്ല സംസാരിച്ചത്, ഷാലുവിന് പ്രശ്നം വരേണ്ട. ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് പ്രശ്നം വന്നോ അല്ല കേസ് കൊടുക്കുന്നോ എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ലൈവ് ഇട്ടേക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു പബ്ലിക് ലൈവിൽ വന്നിട്ട് അവനെ ഞാനുമായിട്ട് എന്തോ ഉള്ള രീതിയിൽ ഇവനെങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ അവൻ നല്ലതാണെങ്കിൽ നിങ്ങളൊക്കെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ലൈവ് വന്ന് ചൊറിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല അവന്. സാലഹ പവറായിട്ടിരിക്കുന്ന നമ്മളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷാനുവാണോ അത് കേട്ടപ്പോൾ മനസ്സിലായി അതാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. കാലകയ അല്ല എന്ന് പറയുന്നുണ്ട്. ചാരു വന്ന വഴി മറക്കാൻ പറ്റുമോ മുത്തേന്ന് ചോദിക്കുന്നുണ്ട്. സരസു ഹോയ് അമ്മു എന്ന് പറയുന്നുണ്ട്. കോയക്ക ഹായ് ഹോയക്ക, ലൈവിലേക്ക് സ്വാഗതം. എൻ്റെ തൊണ്ട വരെയും പോയി. കാലകയ ഓക്കെ എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോണൂന്ന് പറയുന്നുണ്ട്. അജ്മല് കോയാക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാലകേന്. കോയക്ക നിങ്ങൾ ഇവിടെയോ എന്ന് ചോദിക്കുന്നുണ്ട് ചാരു. ഷാനുവിന് എത്ര നാളായി സാലഹയെ അറിയാം, എനിക്കറിയില്ല. പക്ഷേ പിള്ളേച്ചൻ കഴിഞ്ഞ് 2-2.5 വർഷമായിട്ട് എന്നെ ഈ ലൈവിൽ സത്യം പറഞ്ഞാൽ എന്നെ ഈ ലൈവിൽ ഈ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ് പിള്ളേച്ചൻ. സാലഹയെ അറിയാം, അവൾ എന്താണെന്നും അറിയാം, എങ്ങനെയാണെന്നും അറിയാമെന്ന് പറയുന്നുണ്ട്. കോയാക്ക എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. കോയാക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ സരസു. പാമ്പേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കോയാക്ക. പിള്ളേച്ചൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. അബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കോയാക്ക. കുരുപ്പേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിള്ളേച്ച എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് കോയക. കാല റോബോ ആരാണെന്ന് അറിയില്ലല്ലോ, ഇത് മറ്റവനാ കാദംബരി എന്ന് പറയുന്നത്. ആണോ? റോബോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ കോയ. ചില്ലിക്കൊമ്പം വന്നിട്ടുണ്ട്. ആർക്കാ പിള്ളേച്ചൻ ആരാ എന്ന് ആർക്കാ അറിയണ്ടേന്ന് ചോദിക്കുന്നുണ്ട് കോയാക്ക എന്ന് പറഞ്ഞ്. ചില്ലിക്കൊമ്പ ഹായ്, ലൈവിലേക്ക് സ്വാഗതം. കോയാക്ക എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. കോയാക്ക എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ചാരു. ആരോ ബ്രോ എത്ര നാൾ അറിയാമെന്നില്ല എന്ന് പറയുന്നുണ്ട് ഷാൻ ബ്രോ. അബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അബി സ്നേഹം തരും. അബി ഉറക്കം വരുന്നുണ്ടോ? ചാരു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്ന കോയാക്ക. കൊമ്പാന്ന് പറഞ്ഞ് കണ്ണു മൂടുന്നുണ്ട്. ആർക്കാണ് പിള്ളേച്ചൻ ആരാണെന്ന് അറിയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഹരിച്ചേട്ടൻ. ഹായ് ഹരിച്ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. കാലാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കോയാക്ക. ആണോ പിള്ളേച്ച എന്ന് പറയുന്നുണ്ട് ചാരു. കോയാക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചില്ലിക്കൊമ്പനെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ അല്ലു. സരസു. ഹരിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാലകൻ. ഹരിച്ചേട്ട ലൈവിലേക്ക് സ്വാഗതം. ചേട്ടന് സുഖമാണോ? ഡ്യൂട്ടിയിലാണോ?
പിള്ളേച്ചൻ റിപ്പോർട്ടാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിള്ള എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ചില്ലിക്കൊമ്പൻ. ഷാലുമോളെ നമസ്കാരം എന്ന് പറയും. ഹരിച്ചേട്ട ലൈവിലേക്ക് സ്വാഗതം. പിള്ളേച്ചൻ ജി എന്ന് പറഞ്ഞ് വായ മൂടുന്നുണ്ട് നമ്മുടെ റോബോ. ഹരിയേട്ട നമസ്കാരം പറയുന്നുണ്ട് ആരോ. ചില്ലിക്കൊമ്പൻ സരസു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചാരു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാലകേൻ. പിള്ളേച്ചൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. രായപ്പ ബാക്കിയുള്ളവർ റോക്കി എവിടെയും ചോദിക്കുന്നുണ്ട്. പിള്ളേച്ച എന്തുവാന്ന് ചോദിക്കുന്നുണ്ട് കോയക്ക. കാലകേൻ ഓൾഡ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. കാലകയാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിള്ളേച്ചൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ എനിക്ക് പരിചയമായത് തന്നെ ഈ പിള്ള മുഖമാണ്. പിള്ളയുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. കാലകയൻ ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹരിച്ചേട്ടന്. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ കഴിച്ചോ? കലിപ്പാണല്ലോ ഇന്നെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഷാൻഖാൻ്റെ ലൈവിൽ വരുന്നൊരു മലയാളി ഇന്ന് വേറൊരു ലൈവിൽ വന്നിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും എൻ്റെ ലൈവിലുള്ള ഞങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വെറുതെ വിടണോ അജ്മലെ? ചാരു അതൊരു നീണ്ട കഥയാണ്, പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. പിള്ളേച്ചാന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. രായപ്പ ഓടിക്കാനല്ലേന്ന് ചോദിക്കുന്നത് എന്തെനിക്ക് മനസ്സിലായില്ല. കൊമ്പൻ ഒരുത്തൻ വന്ന് ഇവളെ ചൊറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരുത്തനെന്നല്ല, മലയാളി സുൽത്താൻ. അത് പേര് ഞാൻ വേണേൽ എടുത്തെടുത്ത് പറയാം. ചുരുക്കി പറലായപ്പ നാളെ ലൈവിലെന്ന് പറയുന്നുണ്ട്. റോബോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. കാലകൻ നമ്മുടെ ലൈവ് നല്ല ഒരു ലൈവിലും നിന്നെ ചൊറിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ ആരാണെന്ന് നിന്നെ ചൊറിയാൻ നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവനെ ഇല്ല. നമ്മുടെ ലൈവിൽ നമ്മുടെ ലൈവിൽ വന്ന് അവൻ എന്നെയോ നമ്മുടെ ഫാമിലിയിൽ ആരെയോ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഇവനെന്നല്ല ആര് വന്നെന്ന് പറഞ്ഞാലും നല്ല മറുപടി കൊടുത്തു വിടും. ഞങ്ങളുടെ ലൈവിൽ ചൊറിയാൻ ഏത് മോന്മാർ വന്നാലും ചൊറിച്ചിൽ മാറ്റി കൊടുക്കാം ആരുടെ ആയാലും എന്ന് പറയുന്നുണ്ട്. അബി ട്രോൾ ബൈ ഓൾ എന്ന് പറയുന്നുണ്ട്. അബി പോകുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരിജി അതൊരു മലയാളി എന്ന് പേരുള്ള എന്നെ കയറി ചൊറിഞ്ഞു. 2 ലൈവിലും എന്നോട് ഇങ്ങനെ ചൊറിയുന്ന രീതിയിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പലവട്ടവും. ഞാൻ അവരുടെയൊക്കെ ലൈവിലും എന്തിനാണെന്നോർത്ത് ഞാൻ എന്നിട്ടും ഈ വ്യക്തിയോട് ഈ വ്യക്തി എന്നെ ചൊറിയാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് ചൊറിയാനൊന്നും ഞാൻ പോയിട്ടില്ല. കോയക്ക ഇപ്പോൾ വേണ്ട, നല്ലോണം ചൊറിഞ്ഞു വരട്ടെ, നമുക്ക് ഇവിടെ കണ്ടിരിക്കുക ഇതൊക്കെയെന്ന് പറയുന്നുണ്ട്. കോയക്ക ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആരോ എനിക്ക് ആളെ പിടികിട്ടിയെന്ന് പറയുന്നുണ്ട്. നിനക്ക് മനസ്സിലായോ ആളെ? ആരോയെ മനസ്സിലായെന്നോ? ആരാണ് പിള്ളേച്ചൻ മുത്തേ ഷാലുവിനെ ചൊറിയാൻ വന്നത്? എന്നെ ചൊറിയാൻ വന്നത് നമ്മുടെ ബിന്ദുമ്മയുടെ ലൈവിൽ വെച്ച് ഒരു മലയാളി സുൽത്താന് ചൊറിയുന്ന രീതി മെസ്സേജ് ഇട്ടിട്ടും ലൈവ് എന്തിനാ കുളവാക്കുന്നതെന്നോർത്ത് ഞാൻ എന്നിട്ടും അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച്. എന്നിട്ടും ലൈവിലുള്ളവർ എന്നെ വഴക്ക് പറഞ്ഞ് നിന്നെ ചൊറിയാൻ വന്നിട്ട് നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ എന്നിട്ട് ആ ലൈവ് കുളവാകല്ലെന്നോർത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്. അപ്പം നമ്മുടെ ലൈവിലുള്ളവരെല്ലാവരും അവനെ അങ്ങ് ചൊറിഞ്ഞങ്ങ് വിട്ട്. ശരിക്കും മലയാളി എൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നുണ്ട്. മലയാളി ഷാൻബ്രോയുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഷാൻബ്രോയുടെ ലൈവിൽ വരുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇവിടെ വരണ്ട. ഓക്കെ ഞാൻ പോവാണ്, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറയുന്നുണ്ട് കാലകൻ. ഹരിയേട്ട അവൻ്റെ പേര് മലയാളി സുൽത്താന്. അവൻ ഏത് ലൈവിൽ വെച്ച് കണ്ടാലും ഇവളെ ചൊറിയുവാണ്. ബിന്ദു ചേച്ചി ലൈവിൽ വന്ന് ചൊറിഞ്ഞിട്ട് അവിടെ വെച്ച് ഒരു ഇഷ്യൂ ആയി. അതാണ് ഇന്ന് ഇത്രയും സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് തന്നെ ചൊറിയന്മാരുടെ ശ്രദ്ധയ്ക്ക് പിന്നെ തിരിഞ്ഞു
മുറുക്കിയുണ്ട്, അതിൽ പോയി അക്ക എപ്പിടി ഇരിക്ക, സൗഖ്യമാ, നീരെല്ലാം ഇരിക്ക. കാലാന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ പിള്ളേച്ചൻ. കാലകയൻ പോവല്ലേ എന്ന് പറയുന്നുണ്ട് കോയക്ക. റീസ് ഹായ് എന്ന് പറയുന്നുണ്ട്. കാലകയൻ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ഷാലു ലൈക്ക് 25. താങ്ക് യു ഹരിച്ചേട്ടാ. ചൊറിച്ചിൽ മാറ്റി കൊടുക്കാം ആരായാലും എന്ന് പറയുന്നുണ്ട് ചില്ലിക്കൊമ്പൻ. പാമ്പ് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനുക്ക ഫ്രണ്ടാണ് സാലഹ. ചൊറിഞ്ഞിട്ട് പോയാൽ അവന് ഒന്നും വേറെ പണിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ ആ ഒരു ലൈവിൽ വന്നാണ് ലൈവ് വെച്ചാണ് ഈ വ്യക്തി എന്നെ ചൊറിഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടുന്ന് വേറെ ലൈവിൽ അർജുൻ ബ്രോൻ്റെ ലൈവിൽ ചെന്ന് അവിടെ വെച്ച് ഇവൻ എന്നെ ചൊറിഞ്ഞിട്ടുണ്ട്. ഇവൻ ഈ പെണ്ണുങ്ങളെ മാത്രമേ ചൊറിയാൻ അറിയത്തുള്ളൂ. എനിക്ക് പ്രശ്നം അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. മലയാളി സുൽത്താൻ ഷാനിൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ, അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളുടെ കൊച്ചിനെ ഇനി അവൻ ചൊറിയാൻ പറ്റില്ല. ചൊറിഞ്ഞാൽ അവൻ വിവരം അറിഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട്. കോയക്ക പോവില്ലേ, ഇവിടെ കൊണ്ട് കോയക്ക പോവില്ല, ഇവിടെയുണ്ട്, വിളിച്ചാൽ മതി, കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ മോനെ പോയി വാ. ഹരിജി ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാത്ത ഹരിയേട്ടനെന്ന് പറയുന്നുണ്ട് നമ്മുടെ സൂര്യ. മാമി അപ്പോൾ ഓക്കെ മോനെ, വളരെ സന്തോഷം. ലൈവിൽ എനിക്ക് പെട്ടെന്ന് അമ്മയുടെ ലൈവിൽ അവനിങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ലൈവ് കുളവാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മിണ്ടാതിരുന്നത്. നമ്മളവിടെ മിണ്ടാതിരുന്ന് കഴിഞ്ഞ് പിന്നെ ലൈവിലുള്ളവരെല്ലാവരും അവനോട് സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ കമൻ്റ് ഇട്ടത്, മലയാളി എന്നെ ഒരു ലൈവ് വെച്ച് കാണുവാണെങ്കിൽ എൻ്റെ പേരിൽ വിളിച്ച് സംസാരിക്കാനെന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എല്ലാം 35 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറൊരാൾക്ക് ഇവൻ അയച്ചു കൊടുത്തത്. ഷാലു, പിള്ളേച്ചൻ, കാലകൻ, പ്രിയ സഹോദരങ്ങളെ എല്ലാവരും ഫുഡ് കഴിച്ചോ? ഹരിച്ചേട്ടൻ ഞാൻ കഴിച്ചില്ല. ഹരിച്ചേട്ടൻ കഴിച്ചോ? കോയക്കാന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്. സൂര്യമോളെ ഓക്കെ എസ് എന്ന് പറയുന്നുണ്ട്. ഈ ഷാനാണോ അന്ന് നിന്നെ തെറി വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അന്ന് രാവിലെ തെറി വിളിച്ചത്. കോയക്ക ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആരോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യ. കോയക്ക എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് റോബോ. സൂര്യ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് കാലകേന്. ഹരിജി ഞാൻ പുഴുങ്ങിയ 2 മുട്ട കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താ കോയാന്ന് ചോദിക്കുന്നുണ്ട്. കാലകയൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സൂര്യ. കോയ ഷാൻ ബ്രോയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഷാലു അന്ന് രാത്രി ലൈവ് തെറി വിളിച്ച ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ഈ കോയനെ ഞാൻ വേറൊരു ലൈവിൽ കണ്ടപ്പോൾ ഞാൻ അന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ അന്നിങ്ങനെ ഈ ഷാൻ ബ്രോ അന്ന് ലൈവ് വന്നിട്ട് ഇങ്ങനെ ഒരു തെറി കമൻ്റ് ഇട്ടായിരുന്നു. ഹരിയേട്ട എന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. കോയക്ക നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ പ്രശ്നം സോൾവ് ആക്കും എന്ന് പറയുന്നു. കോയക്ക ഞങ്ങൾ തമ്മിലുള്ളത് ഞങ്ങൾ പ്രശ്നം, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സൂര്യ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഡ്യൂട്ടിയിലാണ് ഷാലു എന്ന് പറഞ്ഞു. ഓക്കെ ഹരിച്ചേട്ടാ. ചാരു ഞാൻ അത് നാളെ പറയാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറയുന്നുണ്ട് ചാരു. അപ്പൻ വ്ലോഗ് എന്നൊരു ചാനലും ഉണ്ട് അവനെന്ന് പറയുന്നുണ്ട്. ആർക്ക്? ഈ മലയാളി സുൽത്താനോ? മനഃപൂർവ്വം മൈൻഡ് ആക്കുന്നില്ല ഹരിയേട്ടൻ. ഡ്രൈൻ വാഷ് എന്ന് പറയുന്നുണ്ട്. ഹരിയേട്ട ഞങ്ങളുടെ ചൂരിനെ ഒന്ന് മൈൻഡ് ചെയ്തേ. മലയാളി ഇവിടെ വരില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ ആണുങ്ങളോട് സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്.
പിള്ളേച്ചൻ ആരാണെന്ന് ചോദിച്ചാൽ പിള്ളേച്ചൻ എൻ്റെ അനുജനാണ്. ഇനി ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ അത് രാവണനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഹരിയേട്ടൻ ആരാന്ന് ചോദിച്ചാൽ ഹരിയേട്ടൻ ഞങ്ങളുടെ വലിയേട്ടൻ. ഞാൻ ഇറങ്ങുക പിന്നെ കാണാമെന്ന് പറയുന്നുണ്ട്. അല്ല കോയാക്ക ഈ ഷാൻ വേറെ ഇത് കൊല്ലത്തുള്ള ഒരു ആളാണ്. ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു. ഇവൻ്റെ ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ ചൊറിയാൻ. അത് തന്നെ. സൂര്യ പുച്ഛിക്കുന്നുണ്ട്. പിള്ളേ ഞാനും ഉണ്ടായി ലൈവിലെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആരെയും അറിയണ്ട. എനിക്ക് പ്രശ്നം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിൽ. എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ലൈവിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് ഐ ഡിയിലും പോയി ഞാൻ ഒരു ലൈവിലും ഞാൻ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. ഏത് ഐ ഡിയിൽ ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ സാലഹയാണെന്നുള്ള വ്യക്തിപരമായ ഏതൊരു ഐ ഡിയിൽ നിന്ന് ഞാൻ പോയാലും ഞാനാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഏത് ലൈവിലും സംസാരിച്ചിട്ടുള്ളത്. ചാരു നീ പോവല്ലേ, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട്. ബിപിൻ ചേട്ടൻ വന്നിട്ട് എന്തിനാ ഇപ്പോഴും സാഡ് സ്റ്റാറ്റസ് ഇടുന്നതെന്ന് പറയുന്നുണ്ട്. മനുഷ്യനല്ലയോ, ചുമ്മാതെ ഇടുന്ന ഒരു ട്രില്ല്. ഹരിജി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിള്ളേച്ചന്. എന്ത് പറ്റി നിനക്ക്, എന്തിനാ പേടി നിനക്ക്, പോടാന്ന് പറയുന്നുണ്ട്. ബിപിൻ ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലു. ചാലു എന്ന് പറഞ്ഞ് ഡാൻസ് കൊണ്ട് കോയക്ക മലയാളി സുൽത്താൻ ഷാൻ കൊല്ലം രണ്ടും രണ്ടാളെന്ന് പറയുന്നുണ്ട്. രണ്ടും രണ്ടാളാണ്. ഈ മലയാളി സുൽത്താൻ എന്ന് പറയുന്ന ആളൊരു ലൈവ് നടത്തുന്ന ഒരാളാണ് കോയക്ക. ഇന്ന് ബിന്ദുമ്മയുടെ ലൈവിൽ കണ്ടില്ലായിരുന്നോ ഷോ കാണിച്ചത്? ആ വ്യക്തിയാണ് അത് വേറെ. ഇത് ഷാൻ കൊല്ലം എന്ന് പറയുന്നത് അത് വേറെ. ചാരു നീ ഇല്ലാത്ത ലൈവ് റേഷനറി ഇല്ലാത്ത ചാക്ക് പോലെ ആയിരുന്നു മുത്തേ എന്ന് പറയുന്നുണ്ട്. ചൊറിഞ്ഞ് സംസാരിച്ചാൽ തിരിച്ചു പറയും. രായപ്പ നാണം വേണ്ടേ? ഈ ഷാൻ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്? ഷാനെ, ഞാൻ നിന്റെ ലൈവിൽ മുന്നേ വന്നായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതേ പേരിൽ തന്നെ നീ ടുഗദർ നടത്തുമ്പോഴേ മറ്റേ അവനൊരു ഈ ഷാൻ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്? ഷാനെ, ഞാൻ നിന്റെ ലൈവിൽ മുന്നേ വന്നായിരുന്നു. ആദ്യമേയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ പേരിൽ തന്നെ നീ ടുഗദർ നടത്തുമ്പോൾ മറ്റേ അന്നൊരു ഡെപ്സിയും പിന്നെ വേറെ ആരൊക്കെയോ എന്ന് പറയുന്നുണ്ട് പിള്ളേച്ചന്. അവൻ എന്നെ കോളാക്കി പറഞ്ഞ് പ്രോബ്ലം ഉണ്ടെന്ന്. എനിക്കിപ്പോഴും പ്രശ്നമൊന്നും എനിക്കിപ്പോഴാണ് പ്രശ്നം ക്ലിയർ ആയത്. ഓക്കെ, ഈ സാലഹയോടൊപ്പം ഞാൻ ഷാൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. ശരിയാണ്. ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഐഡിയ ആണ് വെച്ച് സംസാരിച്ചപ്പോൾ ചാനൽ മനസ്സിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായി. പിള്ളേച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നം നല്ലപോലെ മനസ്സിലായില്ല, സോറിയോ. പ്രശ്നം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കുറേ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുക, എന്തിനാ ഫ്രണ്ടേ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ വല്ല പെണ്ണുങ്ങളുടെയൊക്കെ ലൈവിൽ പോയിട്ട് പെണ്ണുങ്ങളൊക്കെ അയക്കുന്ന മെസ്സേജ്, നല്ല ആണുങ്ങളൊക്കെ അയക്കുന്ന മെസ്സേജൊക്കെ എന്തിനാ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് ഫ്രണ്ടിനോട് ചോദിക്കുക. ഷാൻ്റെ ലൈവിൽ വെച്ച് സാലഹയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ സിൻഡ്രല്ല ചാനൽ ഞാൻ ഫസ്റ്റ് ഈ ഷാൻ കേരളത്തിൻ്റെ ലൈവിൽ ചെന്നെന്ന് ഞാനൊരു തമാശ രീതിയിൽ അവിടെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നമാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലൈവ് ഇട്ടപ്പോൾ അവിടുന്ന് അവർ വന്ന് എൻ്റെ ലൈവിൽ വന്നിട്ട് ഒരു പ്രശ്നം പോലെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അതെനിക്കറിയാം. ഷാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്.
ഓൾ കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഷാലുവാണ് വലുത്, വേറെ ആരുമല്ലേ. എനിക്കിങ്ങനെയുള്ള സംസാരമൊന്നും ലൈവിൽ വേണ്ട. ഷാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, ഹരിപ്രിയ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ഷാൻ ബ്രോ. സൂര്യ സ്നേഹം എവിടെ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സൂര്യ ഹായ് എന്ന് പറയുന്നുണ്ട്. ലൈവ് ഓൾ ലൈഫ് എന്ന് പറയുന്നു, ലൈവ് അല്ല ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഹരിപ്രിയ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സൂര്യ. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചോ എല്ലാവരും എന്ന് പറയുന്നുണ്ട്. സുൽത്താൻ മുകളിലുണ്ടെങ്കിൽ കേൾക്കുക, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഇതിൽ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിനെ ചൊറിച്ചിലിനോ ഇനി നിൽക്കരുത്. ചൊറിച്ചിൽ എന്താണെന്ന് നീ അറിയും, നിനക്ക് താങ്ങാൻ പറ്റില്ല, പറഞ്ഞേക്കാമെന്ന് പറയുന്നുണ്ട്. ഷാനിൻ്റെ ലൈവിൽ വെച്ച് മാത്രമാണ് അവൻ്റെ ചൊറിച്ചിലെങ്കിൽ ഷാനിന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇടപെടാം. ഷാനിൻ്റെ സുഹൃത്തുക്കൾ ആണ് രണ്ടുപേരും. പക്ഷേ പുറത്തുള്ള ലൈവിൽ അവൻ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് നടന്നതും അതുതന്നെയാണല്ലോ. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ അഴിച്ചു വിട്ടേക്കുമല്ല. അവളെ അങ്ങനെ പിറകിൽ നടന്ന് ചൊറിയാൻ ഞങ്ങൾ അങ്ങനെ അല്ല അവളെ വളർത്തിയിരിക്കുന്നത്. സത്യം, എനിക്ക് ഇന്ന് വരെ ഒരു ലൈവിൽ തന്നെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ പേരിൽ വന്ന് വേറൊരു ലൈവിൽ ഇന്ന് ഫസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് ബന്ധമായിട്ട് ഇപ്പോൾ ഞാൻ 2 വർഷത്തോളം ആവുന്നു. എൻ്റെ പേരിൽ വന്ന് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുപ്പ്, ഇതുപോലത്തെ ഇതിനൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ലൈവ് ഇരുന്ന് പറയാൻ പറ്റും. ഇതുപോലത്തെ ഊളത്തരം കാണിച്ചേക്കുന്ന ഫസ്റ്റ് ടൈമിലാണ് കാണുന്നത്, എൻ്റെ ഒരു പേരിൽ ഇങ്ങനെ വന്ന് കാണിക്കുന്നത്. അവൾക്ക് ചോദിക്കാനും പറയാനും അവളുടെ വീട്ടുകാരും അവളുടെ സഹോദരങ്ങളും ഉണ്ട്. കാണുന്നവർ അവളെ സുഹൃത്തുക്കളായിട്ട് കാണുക, അത്ര തന്നെ. ഹരിയേട്ടൻ ഞങ്ങളുടെ വല്യേട്ടൻ ഷാനെ സാലഹയുടെ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട്, അവകാശമുണ്ടെന്ന് പറയുന്നുണ്ട്. ഷാലു സെറ്റ് ചെയ്തില്ല. മലയാളി എൻ്റെ ലൈവിൽ വഴിയാണ് ഷാലുവിനെ നിങ്ങളുടെ ലൈവിൽ വെച്ചാണ് കണ്ടത്. അവിടെ വെച്ച് എന്നോട് ചൊറിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് ചൊറിഞ്ഞിട്ടുണ്ട്. പിന്നെ അർജുൻ ബ്രോ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ലൈവ് ഉണ്ടല്ലോ, പാട്ട് പാടുന്നൊരു അർജുൻ ബ്രോ, അവിടെ വെച്ച് എന്നോട് ചൊറിഞ്ഞിട്ടുണ്ടല്ലോ. സ്ത്രീകളെ ചൊറിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് സുൽത്താൻ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയേക്ക്, അല്ലെങ്കിൽ ശരിക്കും ഉള്ള ചൊറിച്ചിൽ എന്താണെന്ന് അറിയും, പറഞ്ഞേക്കാമെന്ന് പറയുന്നുണ്ട്. സൂര്യ ഏട്ടൻ മൈൻഡ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒത്തിരി മേളിലാണോ? ഹരിഹരൻ ജി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോബോ. ഇറ്റ്സ് മീ കുഞ്ഞി, ഹായ്. ഹരിപ്രിയ സ്നേഹം തരുന്നുണ്ട്. ഹലോ. ജോലി സ്ഥലത്താണോ യൂസു? യൂസുവിന് സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? ഒരു വിധത്തിൽ താഴെ എത്തിയോ? യൂസുഫിക്ക ഹായ് എന്ന് പറയുന്നുണ്ട്. ആരോ ബ്രോ നമസ്കാരം, ഫുഡ് കഴിച്ചോ? അനിയൻ കുട്ട കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. ഇന്ന് ഓഫല്ലയോ, വെള്ളിയാഴ്ചയല്ലേ? സിൻഡ്രു എന്നെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി ആരാണെന്ന്. ഇപ്പോഴും മലയാളി എന്ന് പറയുന്ന ആൾ ആ ലൈവിൽ അത്രയും കിടന്ന് നീ തുള്ളിക്കളിച്ചല്ലോ. ആ ഒരു തൻ്റെ ഈ ലൈവിൽ വന്ന് ഇവിടെ കാണിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ. ഇനി ഞങ്ങളുടെയൊക്കെ ലൈവിൽ വന്നിട്ട് വെറുതെ ഞങ്ങളെ ചൊറിയാൻ വന്നാൽ നല്ല 8ൻ്റെ പണിയും മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. എന്നാൽ ഇവിടെ എത്തി. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി യൂസു. എന്തെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ഇത്രയും ഇതായത്, ഇതുവരെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ലൈവിലും വന്ന് ഒരുത്തനും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവനിങ്ങോട്ട് വന്നിട്ട് എന്തോ എൻ്റെ സ്വന്തം ആങ്ങളയുടെ കൂട്ടോ അല്ലെങ്കിൽ എന്നെ കെട്ടിയേക്കുന്നവൻ്റെ കൂട്ടോ വന്നിട്ട് സാലഹ കിളവി എന്ന് പറഞ്ഞൊരു ചുമല ഇമേജ് എന്ന് വെച്ചാൽ
അവനോട് പറയാതെ ഞാൻ ലൈവിലെല്ലാം കയറി നടക്കുന്ന രീതിയിൽ ഇവൻ വന്ന് എന്നെ ഭരിക്കാൻ വരുന്ന ഇവൻ ആരാ? ഷാനും സുൽത്താനയും ചിലപ്പോൾ ഞങ്ങളെയും, ഞാൻ വായിക്കണോ കമൻറ്റ്? ഷാനും സുൽത്താനയും ചിലപ്പോൾ ഞങ്ങളെ ആരെയും ഈ ലൈവിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങളൊക്കെ മുകളിലുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോരുത്തരുടെയും ഓരോ സംഭാഷണങ്ങളും ഞങ്ങൾ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഷാൻ പോലും ഇവിടെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. കൊച്ചുകുട്ടികളല്ലേ? കൊച്ചുകുട്ടികളല്ലേ, അവരവരുടെ ലൈവ് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ താഴേക്ക് വരാഞ്ഞതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇത്രയും പേർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ആണോ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഇനി അവൻ ഇവളുടെ പുറകിൽ നടന്ന് അവൻ അറിഞ്ഞിരിക്കും വള്ളി എങ്ങനെയാണെന്ന് പിടിക്കേണ്ടതെന്ന്. ഇന്ന് ബിന്ദു ചേച്ചി ലൈവിൽ ഇവൻ ചോദിച്ചല്ലോ, വള്ളി ആണ്. അങ്ങനെ കുറേ മെസ്സേജ് ഇട്ടായിരുന്നു ഇവന്. എന്നിട്ട് ലൈവ് കുളവാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ്. സുഖം, വർക്ക് ബിസിയാണ്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആയിക്കൊണ്ട് ലീവാണ്. എനിക്ക് നാളെ സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ലീവാണ്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ലൈവ് ഇടണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്നെ അത്രയ്ക്കൊരു ചീപ്പാവുന്ന രീതിയിലാണ് ഇന്ന് അവൻ അവിടെ വന്ന് സംസാരിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ ലൈവ് ഇട്ടത് തന്നെ. അവൻ ശരിക്കും അറിയും. അവൻ മാത്രമല്ല അവൻ്റെ വീട്ടുകാരും അറിയും. വള്ളി പിടിച്ചിട്ട് വന്ന എന്നെ ഒരാളെ ചൊറിയാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കണം. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയുടെ ആണ് ഹരിചേട്ടാ ആണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ എൻ്റെ ബഹുമാനത്തിൽ കുറേ പേരോട് ഞാൻ എൻ്റെ ചേട്ടന്മാരോടെല്ലാം ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വേറൊരു രീതിയിൽ, ചേച്ചിമാരോട് വേറൊരു രീതിയിൽ, അമ്മമാരോട് വേറൊരു രീതിയിൽ അങ്ങനെ സംസാരിക്കും. പക്ഷേ ഇവനോട് ഞാൻ ആ ഒരു രീതി പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പെട്ടെന്ന് ഒരു ലൈവ് വന്നിട്ട് എന്നെ കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഹരിചേട്ടാ? ഹരിച്ചേട്ടാ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഡോബോ ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹരിച്ചേട്ടൻ. ആരോ ബ്രോ അനിയ ഞാൻ ഡ്യൂട്ടിയിലാണ്, ഓക്കെ പോയി വരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഹരിയേട്ടാ പോയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ചാലു പോയി വരാട്ടോ എന്ന് പറഞ്ഞു. ഓക്കേടാ ചോരു. ആരോ ബ്രോ എങ്കിലും നമുക്ക് ലൈവ് നിർത്തിയാലോ? സൂര്യ ഞാൻ മുകളിൽ ഒരു പ്രാവശ്യം മൈൻഡ് ചെയ്തു കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഹരിയേട്ടന്. ഓക്കെ മോളെ നിർത്തിക്കുമോ എന്ന് പറയുന്നുണ്ട്. ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ സൂര്യ. അപ്പോൾ ഈ മലയാളി ഇനി ഈ ലൈവ് കാണുന്നുണ്ടെങ്കിലോ മുകളിൽ ഇരുന്ന് ഒളിച്ചിരുന്ന് കാണുന്നുണ്ടെങ്കിലോ മലയാളി വിചാരിക്കുക, ഇനി എന്നെ കണ്ടിട്ട് ഏതെങ്കിലും ലൈവ് വന്ന് ഇങ്ങനെ ചുമപ്പിക്കുന്ന ഇമേജ് ഞങ്ങൾ പോകുന്ന ലൈവിലോ ഞാൻ പോകുന്ന ലൈവിലോ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരോടോ ചൊറിയാൻ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം മറുപടി കിട്ടും. അത് പറഞ്ഞേക്കാം. പിന്നെ എല്ലാ പെൺപിള്ളാരോടും ചൊറിയുന്ന രീതിയിൽ എൻ്റെ അടുക്ക് ചൊറിയാൻ ഒട്ടും നിൽക്കണ്ട. ഓക്കെ ശാലു മോനെ. ആരോ അനിയ പിള്ളേച്ച പ്രിയ സഹോദരങ്ങളെ. ഓക്കെ ടൈമില്ല, ഞാൻ പോയി വരാം, ഡ്യൂട്ടിയിലാണ്. ഓക്കെ ഹരിച്ചേട്ടാ ലൈവ് വന്ന് എന്നെ എനിക്കൊരു പ്രശ്നം വന്നെന്ന് അറിഞ്ഞപ്പം ലൈവ് വന്ന് പെട്ടെന്ന് സംസാരിച്ച എല്ലാ ഫ്രണ്ട്സിനോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം.
ചാല് പുലിയാന്ന് പറയുന്നുണ്ട്. എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും വിട്ടു കൊടുക്കത്തില്ല. ഇനി ഇങ്ങനെയൊരു സംഭവം എവിടെയെങ്കിലും വെച്ചുണ്ടായാൽ ഇനി ശാലു ഒന്നും ചെയ്യേണ്ട, ബാക്കി ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഹരിച്ചേട്ടാ. ഒരു ദിവസം തന്നെ എൻ്റെ ഒരു ചേച്ചീൻ്റെ ലൈവിൽ ഇവൻ ഇതുപോലെ ചൊറിഞ്ഞു. ഇങ്ങനെ ചുമല ഇമേജ് ഇട്ടുണ്ട്. സാലഹ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് നമ്മളൊരു ലൈവിൽ പരിചയപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഹലോ ചേച്ചി സുഖമാണോ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. ഇവനിങ്ങനെ അന്നും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് സാലഹ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാളിയുടെ ഇമേജ് ഇട്ടുകൊണ്ട് വന്നു. അന്ന് ഞാൻ ചോദിച്ചു, മലയാളി എന്താ എന്നെ ചുമപ്പിച്ച് കാണിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ എന്തോ ഇതുള്ളതുപോലെ. പിന്നെ ഇന്ന് സെക്കൻഡ് ടൈമിൽ ഇപ്പം 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അമ്മുക്കുട്ടി എന്ന് പറയുന്നുണ്ട്, സൂര്യ എൻ്റെ ആക്ടിവിറ്റി നോക്ക്, കല്ലെടുത്ത് എറിയും ഞാൻ പറഞ്ഞേക്കാം, പുച്ഛം വാരി എറിയുമെന്ന് പറയുന്നുണ്ട് ഹരിച്ചേട്ടൻ. ഷാലു ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്നിനി അവൻ ചൊറിയാൻ വന്നാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക. രണ്ടാമത് അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് എടുക്കുക. അത്രയേ ഉള്ളൂ. ഹരിയേട്ടാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ. കണ്ടു എന്ന് പറയുന്നുണ്ട് സൂര്യ. അവന് അല്ല ഏട്ടാ, ഞാനിപ്പോൾ ഓർക്കണേ, അവന് ആ ബിന്ദുമ്മേൻ്റെ ലൈവ് വന്ന് അവൻ അത്രയും കിടന്ന് ചൊറിഞ്ഞ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലൈവ് കുളവാക്കും അതാ ഇതാന്ന് പറഞ്ഞൊക്കെ ഇവൻ കുറേ ഇവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തല്ലോ. ഇത്രയ്ക്ക് ധൈര്യമുള്ള ഊളയാണോ ഇപ്പോൾ താഴെ വരാൻ മടിക്കുന്നത്? ഷാലുമോനെ ചൊറിയാൻ വന്നാൽ അപ്പോഴേ എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. എന്നിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തേക്കണം. കാരണം നമ്മൾ പുറത്ത് കളഞ്ഞാലും ആളവിടെ തന്നെ കാണും. കേൾക്കാനുള്ളത് കേട്ടിട്ട് പൊക്കോ. ഓക്കെ. FT കഴിച്ചോ? ഇല്ല കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ല. 12 പേര് വാച്ചിങ്ങിലുണ്ട്. ഇപ്പോഴും ലൈവിലൊക്കെ ഉള്ളവർ ചോദിച്ചില്ല ആണെങ്കിൽ പിള്ളേച്ചൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ആരോ എന്ന് പറയുന്നത്, ഈ ഹരിച്ചേട്ടൻ എന്ന് പറയുന്നത്, ഇവരൊക്കെ എൻ്റെ സ്വന്തം ചേട്ടനാണ്. ഇവർക്കൊക്കെ എനിക്ക് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എൻ്റെ വീട്ടിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലവും വരത്തില്ല. ഇപ്പം എൻ്റെ പേര് കേസ് കൊടുക്കുമെന്ന് പറയുന്നല്ലോ. എൻ്റെ പേര് കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ആൾക്കാർ എൻ്റെ വാപ്പയോട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പ തന്നെ ഇതിന് മുന്നിൽ ഇവർക്ക് സപ്പോർട്ട് കൊടുത്ത് എൻ്റെ വാപ്പയും കാണും ഇവരുടെ കൂടെ. ഹരിയേട്ട, ഈ ലൈവിൽ നിന്ന് കുറച്ച് പേരെ ഒഴിവാക്കാനുണ്ട്. നമ്മൾ പല പ്രാവശ്യം മുകളിൽ ഇരുന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഡിസൈഡ് ചെയ്ത വിഷയങ്ങളാണ്. എല്ലാത്തിനെയും ദൂരെ കളയണം. ആ ലിസ്റ്റ് നമുക്ക് പതുക്കെ കൊടുക്കാം. സാലഹയ്ക്കെന്ന് പറയുന്നുണ്ട്. സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുഖമാണ്. ഇവിടെ വന്ന് സംസാരിച്ച് സോൾവ് ആക്കണം. അത് തന്നെയാണ് പറഞ്ഞത്. സോൾവ് ആക്കാനൊന്നുമില്ല സൂര്യ, ഇനി അവളെ ചൊറിയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണോ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ വിളിച്ചില്ല എന്ന് സൂര്യ. ഏട്ടൻ ചുമ്മാതെ ഒന്ന് വഴക്ക് പറഞ്ഞാന്ന് പറയുന്നുണ്ട് ഹരിയേട്ടന്. കേസെന്ന് പറഞ്ഞാൽ ആരെയാണ് പേടിപ്പിക്കുന്നത്? എത്ര കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനപ്പുറത്തെ കേസുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരാരാണെന്ന് കേസ് ഒന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ നോക്കരുതേന്ന് പറയുന്നുണ്ട്. ആരും എൻ്റെ ചേട്ടന്മാരെ കേസ് കൊടുക്കുമെന്നോ അപ്പം അല്ലാതെ എന്നെ കേസ് കൊടുത്ത് എന്നെ അകത്താക്കുമെന്നോ പറഞ്ഞൊന്നും ആരും പേടിപ്പിക്കേണ്ട എന്നെ. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളുമല്ല. അങ്ങനെ ഞാൻ പേടിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ എല്ലാ ചേട്ടന്മാരും എൻ്റെ വാപ്പ എൻ്റെ പുറകിൽ കാണും.
ഇവിടെ കോംപ്രമൈസ് ഒന്നുമില്ല, ചൊറിയാൻ നിൽക്കരുത്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചൊറിഞ്ഞാൽ അനുഭവം വേറെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരിയെ ഒരുത്തനും ചൊറിയാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലൈവൊക്കെ ലൈവായിട്ട് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമായി. എനിക്ക് ധൈര്യമില്ലെന്നല്ല, ധൈര്യമുണ്ട്. ഇന്ന് വേണേൽ ഞാൻ മലയാളി പറഞ്ഞ് അവിടെ ചോദിച്ച ഓരോ ക്വസ്റ്റ്യനും എനിക്കവിടെ മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആ പബ്ലിക് അത്രയും അവിടെ ഇരുന്നവരെല്ലാവരും അപ്പം എന്ത് വിചാരിക്കുമെന്നായിപ്പോയി എനിക്ക്. എന്തോ ഇവൻ വന്നിട്ട് ഞാൻ അത്രയേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇവനുമായിട്ട് ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടോ എന്തെങ്കിലും ഉള്ള രീതിയിൽ ഇവനെ അവിടെ കിടന്ന് സംസാരിക്കുന്നത്. അത് തന്നെ ഹരിയേട്ട, കോംപ്രമൈസ് അല്ല, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന് നല്ല ബോധ്യതയുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവനെ ഇവിടെ വന്നാൽ അവന് നല്ലത് കിട്ടുമെന്നും അറിയാം. അതാണ് അവൻ പേടിക്കുന്നത്. $40 പേർ മതി ശാലു സപ്പോർട്ട് ചെയ്യാൻ. 1000 പ്രശ്നം നന്നായി സപ്പോർട്ട് ചെയ്യുന്ന 10 പേരാണെന്ന് പറഞ്ഞാൽ. ഓക്കെ മേളെ നടത്താം. ഓക്കെ ഹരിച്ചേട്ടാ, രാവണൻ ചേട്ടാ, പിള്ളേച്ചൻ, കാലകേന്, ചില്ലിക്കൊമ്പന്, പിന്നെ ലൈവിൽ സരസു, ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. ഇപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി തെറ്റ് ചെയ്തത് ശാലു അല്ലല്ലോ, ചൊറിയാൻ വന്നവനല്ലേ? അവൻ തന്നെ കേസ് കൊടുക്കുന്ന അവനാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. നിയമം ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുത്, പറഞ്ഞേക്കാമെന്ന് പറയുന്നുണ്ട് ഹരിച്ചേട്ടൻ. ഹരിച്ചേട്ടാ, ഞാനൊരു ഫേക്ക് ഐ ഡിയിൽ പോലും എങ്ങും പോയി സംസാരിച്ചിട്ടില്ല. ഏതൊരു ഐ ഡിയിൽ നിന്ന് പോയാലും ഞാൻ സാലഹയാണെന്നുള്ളൊരു ഞാനവിടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഏതൊരു ലൈവിൽ പോയാലും ഞാൻ സംസാരിക്കുന്ന പോലെ. അങ്ങനെ പോലും ഞാനൊരു ഫേക്ക് രീതിയിൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു ലൈവിലും. പിന്നെ എല്ലാ ലൈവിലും ഒന്ന് എൻജോയ് ചെയ്ത് എല്ലാവരെയും ഹാപ്പിനെസ് ആക്കുന്ന രീതിയിൽ കുറച്ച് സംസാരിക്കുക, അല്ലാണ്ട് വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ ശരി, ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. അനിയ, ഷാലുവിൽ നിന്നും വിശദമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തേക്കോ, ഒരു ദാക്ഷിണ്യവും വേണ്ടാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പോയി വരാം പ്രിയ സഹോദരങ്ങളെ. ഷാലുമോളെ, അനിയ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങുന്ന സൂര്യയെന്ന് പറയുന്നത്. ഓക്കെ സിൻഡ്രു ബൈ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ പൊന്നു ഹരിയേട്ട, ഇതൊക്കെ ഇന്നലെ മഴയത്ത് കിളർത്ത പിള്ളേരുടെ വെറും വെറും പാഴ്ബുദ്ധിയിൽ തോന്നുന്ന ചില കാര്യങ്ങൾ. നിയമം എങ്ങനെയാണെന്ന് അതിന് അനുഭവിക്കേണ്ട ശിക്ഷ എന്തൊക്കെയാണെന്ന് ഇവനൊക്കെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ബൈ മോളെ എന്ന് പറയുന്നുണ്ട്. ഷാൻ ബ്രോ, ഈ ഒരു പ്രശ്നത്തിൽ എൻ്റെ വീട്ടുകാർ അറിഞ്ഞെന്ന് വെച്ചാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അറിഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ യൂട്യൂബിൽ ഞാൻ ഏതേത് ലൈവിൽ പോകുന്നെന്നൊന്നും എല്ലാം അറിയാവുന്നൊരു വ്യക്തിയുണ്ട് ഈ ലൈവിൽ, എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തിൽ.
ആ വ്യക്തിക്ക് പോലും ഞാൻ ഈ ലൈവിൽ വന്നു കഴിഞ്ഞാണ് ഞാൻ ആ വ്യക്തി ഈ ലൈവിലുണ്ടെന്ന് അറിഞ്ഞത്. എന്നിട്ട് പോലും എനിക്ക് ആ ഒരു വ്യക്തി ഉണ്ടെന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോഴും ഈ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നത്. ഈ വ്യക്തി എൻ്റെ വാപ്പയോട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പയ്ക്ക് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഈ ഒരു കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല. എൻ്റെ ഈ ചാനലിൻ്റെ കാര്യം വീട്ടിൽ അറിഞ്ഞെന്നോർത്ത്. സൈബർ കേസ് കൊടുത്തു. അതിൻ്റെ PDF എനിക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഷാലു, ലൈവ് കട്ട് ചെയ്തേക്ക്. ഓക്കെ ബൈ എല്ലാവരോടും. അനിയ ബൈ എന്ന് പറയുന്നുണ്ട്. സാലഹയുടെ വീട്ടുകാരുമായുള്ള അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്ക് അതിന് വർഷങ്ങളുമായി കണക്കുണ്ട്. അതുകൊണ്ട് സാലഹയുടെ വാപ്പ എങ്ങനെയാണെന്നും ഉമ്മ എങ്ങനെയാണെന്നും അറിയാമെന്ന് പറയുന്നുണ്ട്. അവളുടെ മറ്റു ബാധ്യതകൾ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവൾക്കൊപ്പം കഴിഞ്ഞ 2-2.5 വർഷമായി ലൈവുകളിൽ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ആരോ ബ്രോ എന്ന് പറയുന്നുണ്ട്. ഷാൻ ബ്രോ. ഓക്കെ സലഹ നിർത്താം. ഓക്കെ ഓക്കെ ആരോ ശരി ചേട്ടാ. എങ്കിൽ എല്ലാവരോടും ഓക്കെ ബൈ ബൈ, സീ യു. ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഓടി വന്ന എല്ലാ ചേട്ടന്മാരോടും ഓക്കെ ഹരിച്ചേട്ടാ.